നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് ജംഗ്ഷൻ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PK കുഞ്ഞച്ചൻ ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു. ചേർപ്പിൽ പാർളം ജോസഫ് സ്മാരക മന്ദിരത്തിലായിരുന്നു ചടങ്ങ്. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് CPI പനംകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആദരം. വാർത്തകൾ വിശദമായി. പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് ജംഗ്ഷൻ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. കൂർക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള KSTP റോഡ് പദ്ധതിയിൽ ബന്ധപ്പെട്ട ഭാഗത്ത് നിർമ്മാണം മുടങ്ങിക്കിടക്കുകയായിരുന്നു. 3 വർഷം മുൻപ് തുടങ്ങിയതായിരുന്നു കുറുക്കഞ്ചേരി മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള KSTP റോഡ് പദ്ധതി നിർമ്മാണം. എന്നാൽ പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് നിർമ്മാണം മുടങ്ങുകയായിരുന്നു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനു പിന്നാലെ അപകടങ്ങളും ഇവിടെ പതിവായി. വേഗത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാമെന്നതായിരുന്നു ജനപ്രതിനിധികൾക്ക് KSTP ഉദ്യോഗസ്ഥർ നൽകുന്ന പതിവ് മറുപടി. ഈ സാഹചര്യത്തിലാണ് അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ജോയിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരവുമായി പ്രതിഷേധം കടുപ്പിച്ച് രംഗത്തെത്തിയത്. KSTPയുടെ കുറ്റിപ്പുറം ഓഫീസിലായിരുന്നു ഉപരോധ സമരം. ഉപരോധ സമരത്തെ തുടർന്ന് ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ഗീതാ ഗോപി MLA ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിലാണ് റോഡ് നിർമ്മാണം ഉടൻ തുടങ്ങാൻ തീരുമാനമായത്. ബസ് ഓണേഴ്സ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, KSTP ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തിങ്കളാഴ്ച രാവിലെ പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് ജംഗ്ഷൻ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം തുടങ്ങി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, മെമ്പർമാരായ കൃഷ്ണപ്രിയ, റൂബി ജോൺസൺ, ജോയ് പയ്യപ്പള്ളി, പ്രേമൻ കാരയിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രിയൻ പെരിഞ്ചേരി, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ് എന്നിവർ റോഡ് നിർമ്മാണത്തിന് നേതൃത്വം നൽകി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഈ 500 KSTP റോഡ് പണിയുന്നതിൽ 500 മീറ്റർ 2 കൊല്ലം 2.5 കൊല്ലമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മലപ്പുറത്ത് പോയി KSTPയുടെ ഓഫീസിൽ പോയി അവരായിട്ട് സംസാരിച്ചതിന്റെ പുറത്ത് അവര് പണി ചെയ്യാം, ബസ് ഓണേഴ്സ് ബസ്സുകൾ തിരിച്ചു പോകാനുള്ള പരിപാടി നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എന്തായാലും ബസ്സിന്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തു, നിങ്ങൾ പണി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കലക്ടർ ഓഫീസിൽ MLAനെ വിളിച്ചൊരു യോഗം കൂടണമെന്ന് പറഞ്ഞു. അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ MLAനെ അപ്പൊ തന്നെ വിളിച്ചു. MLA അപ്പൊ തന്നെ കലക്ടറെ വിളിച്ച് കലക്ടറെ ചേംബറിൽ അന്ന് 4 മണിക്ക് ബസ് ഓണേഴ്സും മെമ്പർമാരും എല്ലാവരും കൂടി MLA അടക്കം ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് യോഗം കൂടിയതിന്റെ പുറത്ത് 15-ാം തീയതി റോഡ് പണി തുടങ്ങാമെന്ന് സമ്മതിച്ചു. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങൾ പിരിഞ്ഞു. ഇന്ന് 15-ാം തീയതി രാവിലെ വന്നപ്പോ പണി തുടങ്ങിയിട്ടില്ല. അപ്പൊ എന്താ കാരണം ചോദിച്ചപ്പോ ചേർപ്പ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വരാത്തോണ്ടാണെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഉടനെ ഞങ്ങള് മെമ്പർമാര് ചേർപ്പ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് CAനെ കണ്ട് സംസാരിച്ച് ഉടനെ KSTPക്കാർ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഞങ്ങളത് പണി തുടങ്ങി. എന്തായാലും ഒരു 2-3 കൊല്ലത്തെ ഒരു സ്വപ്നമാണ് പൂവണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പഞ്ചായത്തില് വളരെ അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ ആഴ്ച ഒരു ചേർപ്പിലുള്ള ഒരു പയ്യൻ മരണപ്പെടുക കൂടി ചെയ്തു. അതിന് പുറത്താണ് ഞങ്ങൾ എത്രയും വേഗം KSTPയിൽ പോയതും ഇവരായിട്ട് സംസാരിച്ചും കളക്ടർ ചേംബറിൽ യോഗം കൂടി ഉടനെ പണി തുടങ്ങാമെന്ന് സമ്മതിച്ചു. ഇന്ന് 15-ാം തീയതി രാവിലെ KSTPക്കാർ ഇവിടെ വന്നു. പോലീസ് വരാൻ നേരം വൈകിയോണ്ടാണ് ഇത്ര വൈകിയത്. പോലീസുകാരെ ഞങ്ങൾ പോയി കൊണ്ടുവന്ന് ആ പണി ഇപ്പം ആരംഭിച്ചു. വളരെയധികം സന്തോഷം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാലക്കൽ പ്രദേശത്തെ ജനനിവാസികൾ ആഹ്ലാദത്തിമിർപ്പിലാണ് കഴിഞ്ഞ കുറച്ചു നേരങ്ങളായിട്ട്. 3 വർഷങ്ങൾക്ക് മുമ്പ് ജർമ്മൻ ബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ ആരംഭം കുറിച്ച ഈ പദ്ധതി പാതി വഴിയിൽ പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് വരെയുള്ള പ്രദേശത്ത് 500 മീറ്റർ ദൂരം നമുക്ക് ഇതിന്റെ റിപ്പയർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കോൺക്രീറ്റ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു 3 വർഷത്തിന് ശേഷം ഒരു ജില്ലാ ഭരണകൂടവും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഒരു ജനകീയമായിട്ടുള്ള ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ്.
KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PK കുഞ്ഞച്ചൻ ദിനത്തിന്റെ ഭാഗമായി അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു. ചേർപ്പിൽ പാറളം ജോസഫ് സ്മാരക മന്ദിരത്തിലായിരുന്നു ചടങ്ങ്. KSKTU ചേർപ്പ് ഏരിയ സെക്രട്ടറി KC രമേശ് ഉദ്ഘാടനം ചെയ്തു. പാടശേഖരങ്ങളിൽ സമരം നടത്താൻ വേണ്ടി പ്രക്ഷോഭം ആരംഭിക്കും. ആ സമര കേന്ദ്രങ്ങളിൽ വന്ന് അവിടെ ജമീമാർ ആ തൊഴിലാളികളെ ക്രൂരമായി മർദ്ദിക്കുക. ഈ വിഭാഗത്തിന് കർഷകത്തൊഴിലാളികൾക്ക്, പാവപ്പെട്ടവർക്ക്, ദുർബലർക്ക് ഇല്ലേ, അവരെ ചോദിക്കാനും പറയാൻ ആരുമില്ല. ഭരണകൂടം അവരെ കൂടിയാണ്, പോലീസ് അവരെ കൂടിയാണ്, എല്ലാവരും എല്ലാ സംവിധാനങ്ങളും ജമീമാരെ കൂടിയാണ്. ആ സഖാവിനെ അവിടെ അടിച്ച് ഒതുക്കി എല്ലാം കൂട്ടും ചവിട്ടി കൂട്ടി ഒരു മൃതപ്രായനായി ഇട്ടുപോവുക. അങ്ങനെ പോലീസ് വീണ്ടും പോലീസിന് കിട്ടി, അവൾ മരണപ്പെട്ടെന്ന് പറഞ്ഞ ആ സംഭവമായിരുന്നു. അവസാനം നേരത്തെ പറഞ്ഞ പോലെ സഖാ ജീവനുണ്ട്. അങ്ങനെ മരണത്തിൽ നിന്നും കരകയറി വന്നാണ് സഖാക്കി കുഞ്ഞിച്ച്. അങ്ങനെ കേരളത്തെ കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കൂലിക്ക് വേണ്ടി, മാന്യമായ കൂലിക്ക് വേണ്ടി, സമയത്തിന് വേണ്ടി സമരം സഖാവാണ്. ആ സഖാവിന്റെ സ്മരണകൾ നമ്മൾ ഉയർത്തേണ്ടതാണ് അല്ലേ, നമ്മൾ ഉയർത്തേണ്ടല്ലേ. കുഞ്ഞിച്ചൽ പോലെയുള്ള കണാരേട്ടൻ പോലെയുള്ള പല നേതാക്കളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കർഷക പ്രസ്ഥാനത്തിന്റെ. ഇന്ന് കർഷകത്തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമുക്ക് പാടശേഖരത്തിലെ തൊഴിലാളികളില്ല. പക്ഷെ ഇന്ന് മാന്യമായി കൂലി, ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് സംസ്ഥാനം കേരളമാണ് അല്ലേ. ഈ ഇവിടെ കൂലിക്ക് വേണ്ടി അല്ലേ ആരാണ് സമരം നടത്തിയത്? നമ്മള് പാടശേഖര ശ്രീനാട്ട് പറയാറുണ്ട്, സമരത്തിന് വേണ്ടി ഈ കൂലിക്ക് വേണ്ടി സമരം നടത്തുമ്പോൾ അവിടെ നിന്ന് വരിക അടിക്കാൻ. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് MV മുകേഷ് അധ്യക്ഷനായി. കോമളം രാജൻ, T ബൈജു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ, AS അൻവർ, MB സഹദേവൻ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് CPI പനംകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആദരം. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ, LSS, USS സ്കോളർഷിപ്പ് നേടിയവർ എന്നിവർക്കായിരുന്നു ആദരം. ഗീതാ ഗോപി MLA ആദര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഞാനിന്ന് മണ്ഡലത്തില് 9 പഞ്ചായത്തില് നമ്മളിങ്ങനെ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റോഡിലൂടെ തന്നെ പോവുകയാണെങ്കിലും നല്ല ഫ്ലെക്സ് ബോർഡില് കുട്ടികൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മുഖം, അടിയിൽ എഴുതിയിട്ടിരിക്കുന്നത് ആശംസകൾ, അഭിനന്ദനങ്ങൾ. അതിന് മുകളിൽ കുറച്ചുകൂടി +2 ഫുൾ ഗ്രേഡ് മാർക്ക് വെച്ചത്, SSLC ഫുൾ A+ വെച്ചത്. അപ്പോൾ റോഡിന് ഇരുവശം എത്രയോ കുട്ടികളുടെ മുഖങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് അവിടുത്തെ പ്രദേശത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്സുകൾ, ക്ലബുകളെല്ലാം കുട്ടികൾക്കുള്ള A+ ഉന്നത വിജയം നേടിയെന്ന്. ഞാനിതൊക്കെ കാണുമ്പോഴും ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഫുൾ A+. എൻ്റെ മകൾക്ക് ഫുൾ A+ ഉണ്ടെന്ന് അഭിമാനിക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ട്. ഞാനിപ്പോൾ തൊട്ട് നിമിഷം MLA ആദരവിൻ്റെ ഒരു യോഗം കഴിഞ്ഞിട്ടാണ് നാട്ടിക മണ്ഡലത്തിൻ്റെ പുരസ്കാരം നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വൻ പരിപാടിയാക്കാനാണ് നമ്മൾ തീരുമാനിച്ചത്. കുട്ടികളുടെ കഴിവുകൾ, കരിയറിനെ സംബന്ധിച്ച് അവരുടെ എല്ലാ ബുദ്ധികളെയും കഴിവുകളെയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ നാട്യ മണ്ഡലത്തിലെ ഒരു അവാർഡ് ദാന പരിപാടി സംഘടിപ്പിക്കുന്നതോടൊപ്പം മുഖ്യധാരയിൽ അവരെ യശസ് ഉയർത്തിപ്പിടിച്ച് പ്രചോദനം കൊടുത്തുകൊണ്ട് ആ പരിപാടി വിജയിപ്പിക്കായിരുന്നു. ഞാൻ അതിലൂടെ നിങ്ങൾ ക്ഷണിക്കുകയാണ്. വിദ്യാർത്ഥികൾ നേടിയ അക്കാഡമിക് നേട്ടങ്ങൾ സമൂഹത്തിന് അഭിമാനകരമാണെന്നും ഭാവിയിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കണമെന്നും MLA പറഞ്ഞു. VM മാലിക് അധ്യക്ഷനായി. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. പനംകുളം DM LP സ്കൂൾ മാനേജർ AA അബ്ദുൽ ലത്തീഫ്, M നാരായണദാസ്, VM വിനോദ് എന്നിവർ സംസാരിച്ചു. SNDP യോഗം വെങ്ങണിശ്ശേരി സൗത്ത് ശാഖയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ശാഖാ മെമ്പർമാരുടെ വിദ്യാർത്ഥികളായ മക്കൾക്കുള്ള പഠനോപകരണ വിതരണവും നടന്നു. ഗുരുമന്ത്ര ഹാളിൽ ഞായറാഴ്ച നടന്ന ചടങ്ങിൽ ക്യാഷ് അവാർഡ് വിതരണവും അനുമോദനവും SNDP യോഗം പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് KC സതീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചാലും ശരി വളരെ വലിയ ഉദ്യോഗസ്ഥന്മാരായിരിക്കാനും
വിരാജിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു പിന്നോക്ക സംഭരണ സമിതിയുണ്ട്. കേരളത്തിലുള്ള പിന്നോക്ക സംഭരണ സംരക്ഷണ സമിതി. ഞാൻ അതിൻ്റെ ജില്ലാ കൺവീനറായി. അതിൻ്റെ സംസ്ഥാന കൺവീനർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ എൻ ഷൂക്കി എന്ന MLA ആയിരുന്നു. ജില്ലാ ചെയർമാൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ്. ആ കാലഘട്ടത്തിലേക്ക് 1990-96 കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്ന സംഭവം നടക്കുന്നത്. അന്ന് നമ്മളൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ വളരെയധികം നമ്മുടെ സംരംഭത്തിന് വേണ്ടി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒക്കെ തന്നെ നമ്മൾ വളരെ വലിയ ഉച്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. SSLC പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ CS ആത്മിക, +2 മുഴുവൻ A+ നേടിയ PM അഞ്ജിത എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. വനിതാ സംഘം കേന്ദ്ര കമ്മിറ്റി അംഗവും പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ അനിത പ്രസന്നൻ പഠനോപകരണ വിതരണം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ശാഖാ വൈസ് പ്രസിഡന്റുമായ മനോജ് അയ്യപ്പത്ത് അധ്യക്ഷനായി. വരാനുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ടാവാനും കൂടിയാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഇത് ഒരു നല്ല രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളുടെ ശാഖ എന്ന് പറയുന്നത് നമ്മളുടെ പെരുങ്ങോട്ടൻ ശാഖയിൽ തന്നെ നല്ല പ്രാപ്തിയോടും നല്ല കഴിവോടും കൂടി നമ്മൾ പല പല പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ദീർഘവീക്ഷണത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പേരും പ്രശസ്തിയും കാര്യങ്ങളും കിട്ടുന്നത്. നമ്മൾ കൃത്യമായി നമ്മളുടെ പ്രവർത്തനം വനിതാ സംഘങ്ങളിലും യൂത്ത് മൂവ്മെന്റുകളിലും നമ്മുടെ ശാഖ അംഗങ്ങൾ കുടുംബാംഗങ്ങളും പറയുന്നു. നിങ്ങളെല്ലാം അത് കൃത്യമായി ആ ഒരു മനസ്സോടുകൂടി ഗുരുദേവന്റെ ആ സന്ദേശം നിങ്ങളുടെ മനസ്സിലേക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ കൃത്യമായി തന്നെ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് നമ്മൾ വിജയിപ്പിക്കുന്നു. ആ വിജയം തന്നെയാണ് നമ്മളുടെ ശാഖയുടെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. ശാഖാ സെക്രട്ടറി രവി പറവത്ത, യൂണിയൻ കൌൺസിലർ ഷൺമുഖൻ കളപ്പുരയ്ക്കൽ, ശാഖ മരണാനന്തര സമിതി പ്രസിഡന്റ് ജനാർദ്ദനൻ തടത്തിൽ, വനിതാ സംഘം യൂണിറ്റ് സെക്രട്ടറി വിജയ ഷൺമുഖൻ, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അജി നെടുങ്ങാട്ടിൽ, വനിതാ സംഘം പ്രസിഡന്റ് അംബിക മോഹനൻ, ശ്രീജിത രാജൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ജനറലായി നിയമിതനായ P. രാമചന്ദ്രനെ അനുമോദിച്ച് തൃശൂർ താലൂക്ക് ഫർണിച്ചർ ഇൻഡസ്ട്രിയലിസ്റ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ചൊവ്വൂർ. സംഘം പ്രസിഡന്റ് MJ വിൻസെന്റ്, വൈസ് പ്രസിഡന്റ് CM രഘു, ഡയറക്ടർമാരായ CK ഭരതൻ, ബിൻഡോ എമ്മോ, ബ്രൈറ്റോ, ജോർജ് ആൻഡോ, സംഘം ജീവനക്കാർ എന്നിവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ സഹകരണ മേഖലയിൽ സജീവമായിട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ നന്നായിട്ട് സിൻസിയറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജോയിന്റ് രജിസ്ട്രാർ പദവിയിൽ നിന്നിരിക്കുന്ന രാമചന്ദ്രൻ സാറ് എല്ലാ അർത്ഥത്തിലും എല്ലാ സഹകരണ സംഘങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാവുന്ന വിധത്തിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഇപ്പോൾ നിലവിൽ തൃശ്ശൂർ ജോയിന്റ് രജിസ്ട്രാറായിട്ട് വരുന്ന ഈ സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് ഹാർദവമായിട്ടുള്ള സ്വാഗതം പറയുന്നു. പ്രത്യേകിച്ച് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സാമൂഹ്യ മേഖലയാണ് സഹകരണ മേഖല. ആ സഹകരണ മേഖലയ്ക്ക് കുറച്ച് നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ്യത കുറവ് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഏറ്റവും പ്രിയങ്കരനായ സഹകരണ വകുപ്പ് മന്ത്രിയും അവരുടെ ഭാവന എന്ന് പറയുന്നത് ജനവിശ്വാസം നഷ്ടപ്പെട്ട സഹകരണ മേഖലയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് വലിയൊരു ബൃഹത്തായ ഒരു കർമ്മ പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള സഹകരണ മേഖലയുടെ പഴയകാല പ്രതാപത്തിലേക്ക് സഹകരണ മേഖലയെ വീണ്ടെടുക്കുവാൻ സർക്കാർ ഉദ്യോഗസ്ഥർ മാത്രമല്ല സഹകാരികളും സഹകരണ ബാങ്കിലെ ജീവനക്കാരും യഥാർത്ഥത്തിൽ 3 ആളുകളാണ്, 3 തലങ്ങളാണ് ഈ സഹകരണ മേഖലയെ താങ്ങി നിർത്തുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരും സഹകാരികളുടെ ഭാഗത്തുനിന്ന് സഹകാരികളും സംഘം ജീവനക്കാരും ഈ 3 പേരും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് വിചാരിച്ച ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ സഹകരണ മേഖലയെ വീണ്ടെടുക്കുവാൻ, ജനവിശ്വാസം വീണ്ടെടുക്കുവാൻ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതികൾ, ആ പദ്ധതികളിൽ സഹകാരികളുടെയും സംഘം ജീവനക്കാരുടെയും പങ്ക് എന്ന് പറയുന്നത് നമുക്ക് വലിയ മറക്കാനാവാത്ത സംഗതിയാണ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. ലഹരി മാഫിയക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാനെ
ഐക്യദാർഢ്യം അറിയിക്കുന്നതായിരുന്നു മത്സരം. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ ലഹരിയിൽ പിഞ്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആഹ്ലാദത്തിമിർപ്പിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പാലക്കൽ പ്രദേശത്ത് 15, 16 വാർഡ് ഉൾപ്പെടുന്ന പാലിശ്ശേരി ഗ്രാമത്തിൽ ചെറിയ കുട്ടികൾ ഈ ഫുട്ബോൾ ലഹരിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. കേരള സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തുഫാൻ ദി നർക്കോ ഹണ്ട് എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരിയിൽ നിന്ന് വിദ്യാർത്ഥികളെയും യുവാക്കളെയും മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാലിശ്ശേരി പ്രദേശത്തുള്ള കുട്ടികൾ ഫുട്ബോളിലേക്കും ക്രിക്കറ്റിലേക്കും അവരുടെ ആവേശം നല്ല രീതിയിൽ ലഹരി ഏറ്റെടുത്തുകൊണ്ട് ഫുട്ബോളും ക്രിക്കറ്റും ലഹരിയായി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നാടായ നാട് മുഴുവൻ ഫ്ലെക്സുകൾ അതേപോലെ തന്നെ കൊടിത്തോരണങ്ങൾ വെച്ചുകൊണ്ട് ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ ഈ പ്രദേശത്തെ കുട്ടികളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ഈ ഫുട്ബോൾ മാമാങ്കത്തിന് കൃത്യമായ അഭിവാദ്യം ആശംസകൾ നേരുന്നു. ഈ കുട്ടികളെല്ലാവരും പെനാൽറ്റി ഷൂട്ടൌട്ട് ഇവിടെ നടത്താൻ പോവുകയാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനയ സച്ചിൻ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുകന്യ ജിനീഷ്, VR ജിനീഷ്, സച്ചു നിച്ചു, ആന്റോണിയോ, അനോക് ഭാഗവത് എന്നിവർ സംസാരിച്ചു. ലഹരിക്ക് അടിമപ്പെടുകയില്ലെന്നും ബോധവൽക്കരണത്തിനൊപ്പം രഹസ്യാന്വേഷണത്തിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ എക്സൈസ്, ആഭ്യന്തര വകുപ്പുകൾക്ക് കൈമാറുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് തൃപ്രയാറിൽ ആവേശ തുടക്കം. പദ്ധതിയുടെ നാട്ടിക നിയോജക മണ്ഡലം ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. UDF സർക്കാരിന്റെ 5ന ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനുമുള്ള പ്രിയദർശിനി സൗജന്യ ബസ് യാത്രയ്ക്ക് ആവേശകരമായ തുടക്കമാണ് തൃപ്രയാറിൽ നടന്നത്. പദ്ധതിയുടെ നാട്ടിക നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ഫ്ളാഗ് ഓഫ് കർമ്മത്തിലൂടെ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റഞ്ജില ഗിരി നിർവഹിച്ചു. സൗജന്യ യാത്രാ ടിക്കറ്റ് ബസ് കണ്ടക്ടർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി. സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമായി യാത്രക്കാർക്കുൾപ്പെടെ മധുരം വിതരണം ചെയ്തു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ ജയകൃഷ്ണൻ മുഖ്യാതിഥിയായി. ഗുരുവായൂർ ഡിപ്പോ എഞ്ചിനീയർ KK നിബു ഇന്ദിര പ്രിയദർശിനി പദ്ധതി വിശദീകരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA ഷൌക്കത്ത് അലി, മറ്റ് ജനപ്രതിനിധികളായ ഇർഷാദ് K. ചേറ്റുവ, PM സിദ്ദിഖ്, ഷോല മഹേഷ്, സുബില പ്രസാദ്, PC മണികണ്ഠൻ, സിന്ധു സിദ്ധപ്രസാദ്, നിഷ ഉണ്ണികൃഷ്ണൻ, നാട്ടിക മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ, VR വിജയൻ, K. ദിലീപ് കുമാർ, CG അജിത് കുമാർ, AN സിദ്ധപ്രസാദ്, CS മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വായനാ ദിനത്തിനോടനുബന്ധിച്ച് ബ്രദർലി ലിവിംഗ് സൊസൈറ്റി BLS ആങ്ങണ്ടിയൂരിന്റെ ആഭിമുഖ്യത്തിൽ പത്രവായന ക്വിസ് മത്സരം സംഘടിപ്പിക്കും. 3 വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരത്തിന്റെ പഞ്ചായത്ത് തല ഔദ്യോഗിക ഉദ്ഘാടനം ഈ മാസം 22-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. UP ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നീ 3 വിഭാഗങ്ങളിലാണ് പത്രവായന ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് BLS എങ്ങണ്ടിയൂർ പ്രസിഡന്റ് OK പ്രൈസൺ അറിയിച്ചു. ഈ മാസം 22-ന് തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ തൃശൂർ അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി മത്സരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ഓഗസ്റ്റ് 2-ന് ഞായറാഴ്ച BLS എങ്ങണ്ടിയൂരിലാണ് മത്സരം നടക്കുക. ഈ മാസം 19 മുതൽ ജൂലൈ 31 വരെയുള്ള 43 ദിവസങ്ങളിലെ മലയാള ദിനപത്രങ്ങളിലെ വാർത്തകൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് മത്സരം. മത്സരത്തിൽ 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 4000, 2000, 1000 രൂപ വീതം ക്യാഷ് അവാർഡുകൾക്കൊപ്പം സർട്ടിഫിക്കറ്റും ഉപഹാരവും സമ്മാനിക്കും. കഴിഞ്ഞ വർഷത്തെ പോലെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സ്വർണ്ണ മെഡൽ, സർട്ടിഫിക്കറ്റ്, BLS പേന ഉൾപ്പെടെയുള്ള അനുബന്ധ സാമഗ്രികളും നൽകും. കഴിഞ്ഞ വർഷം നടന്ന പത്രവായന ക്വിസ് മത്സരത്തിൽ 250ഓളം കുട്ടികൾ പങ്കെടുത്തിരുന്നു. പത്രവായനയുടെ മഹത്വം പുതുതലമുറയിലേക്ക് പ്രചരിപ്പിച്ച് പത്രവായന പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം. BLS അംഗങ്ങളായ 59 അധ്യാപകരാണ് പത്രവായന മത്സരം നടത്തുന്നത്. BLS ട്രഷറർ ഗിരീഷ് കളത്തിൽ, മുഖ്യ രക്ഷാധികാരി മനോജ് തച്ചപ്പുള്ളി, അധ്യാപക പ്രതിനിധി പ്രസന്നൻ കൊണ്ടറപ്പശ്ശേരി, കോർഡിനേറ്റർ മണിലാൽ കൊണ്ടറപ്പശ്ശേരി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറിയ കുട്ടികളിലെ പത്രവായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത്. ജൂൺ 19 വായനാ ദിനത്തോടനുബന്ധിച്ച് 19 മുതൽ ജൂലൈ 31 വരെയുള്ള 43 ദിവസങ്ങളിലെ 43 ദിവസങ്ങളിലെ പത്രങ്ങളിൽ നിന്ന്
ഒരു 25 ക്വസ്റ്റ്യൻ ഉണ്ടാക്കിക്കൊണ്ട് UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളായി 3 വിഭാഗങ്ങളായി തിരിച്ച് 3 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിൽ മത്സരം നടത്തി ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന കുട്ടിക്ക് പ്രൈസ് 3 ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അടക്കം ഈ 3 സെഷനിലും കൊടുക്കുന്നുണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന സ്കൂളിന് ട്രോഫിയും മെമ്മൻ്റോ കൊടുക്കും. കൂടാതെ ഇവർക്ക് ക്യാഷ് അവാർഡ്, പിന്നെ സർട്ടിഫിക്കറ്റ്, മറ്റുള്ള അനുകാരികളെല്ലാം പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സ്വർണ്ണ മെഡൽ അടക്കം എല്ലാം കൊടുക്കുന്നുണ്ട് ഈ കുട്ടികൾ. മെയിനായിട്ട് ഇതിൻ്റെ അജണ്ട ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുക, അവരെ കുട്ടികളെ കൂടുതൽ ആക്റ്റീവായിട്ട് വായനയിലേക്ക് കൊണ്ടുവരിക, അങ്ങനെയുള്ളൊരു ഇതിൽ തുടങ്ങിയാണ്. ഇപ്പോൾ നമ്മളിതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ജൂൺ 22 രാവിലെ 10 മണിക്ക് അസിസ്റ്റൻറ്റ് കളക്ടർ പ്രീതി IAS ഉദ്ഘാടനം ചെയ്യുന്ന നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതിൻ്റെ പഞ്ചായത്ത് തല ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം. അതിൻ്റെ മുഖ്യാതിഥി എങ്ങട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ, പിന്നെ അവിടുത്തെ പ്രിൻസിപ്പാൾമാർ, അതുപോലെ തന്നെ മാനേജർമാർ, VLSലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, പിന്നെ പേരൻസ്, എല്ലാവരും കൂടെ ഒരു വലിയ ഫംഗ്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലബ്ബ് ചർച്ച ചെയ്യും. വായനയെ പ്രോത്സാഹിപ്പിക്കുക. ഗവൺമെൻറ് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, കാരണം ഒരു 20% മാർക്കെങ്കിലും ന്യൂസ് പേപ്പറിൽ നിന്ന് എടുത്തിട്ട് കുട്ടികളുടെ അടുത്ത പരീക്ഷയ്ക്ക് കൊള്ളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അറിയാം എന്തായാലും ആ നല്ല പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ്റും തുടങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ വായനയെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇത് നമ്മുടെ മൊത്തം, അതായത് ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,890 രൂപ, പവന് 1,11,120 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. പാലക്കൽ മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ കണിമംഗലം ബണ്ട് ജംഗ്ഷൻ വരെയുള്ള KSTP റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. KSKTU ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PK കുഞ്ഞച്ചൻ ഭാഗമായി അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു. ചേർപ്പിൽ പാർളം ജോസഫ് സ്മാരക മന്ദിരത്തിലായിരുന്നു ചടങ്ങ്. കഴിഞ്ഞ അധ്യയന വർഷം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് CPI പനങ്കുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആദരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.